വലിയൊരു വിജയത്തിൽ 1.5 ലക്ഷം ഭൂരിപക്ഷം കടന്നിരിക്കുന്നു. എങ്ങനെ കാണുന്നു? ഇപ്പോൾ വളരെ നല്ല നിലക്ക് കാണുന്നു. ഇനി അത് കുറച്ചും കൂടി ലീഡ് കൂടും. ഏറ്റവും നല്ല ഭൂരിപക്ഷം എന്നുള്ള നിലയിൽ തന്നെ ഞങ്ങൾ കാണുന്നത്. അപ്പോ UDFന്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് ഇലക്ഷനിൽ കണ്ടത്. 7 മണ്ഡലങ്ങളിലും ഈ ഒരു വിജയം പ്രതീക്ഷിച്ചു. പെരിന്തൽമണ്ണ അടക്കമുള്ള മണ്ഡലങ്ങളിൽ 10,000-ന് അപ്പുറത്തിലേക്ക് കടക്കുന്നു ഭൂരിപക്ഷം. എല്ലാ മണ്ഡലങ്ങളിലും UDF ഞങ്ങൾ ലീഡാണ്. അതുകൊണ്ട് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരിക്കൊക്കെ മാറിയിരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ താങ്കളുടെ ഒരു വിജയം ഏതു തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുക? മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കഠിന പരിശ്രമം വേണം. അത് നമ്മൾ ചെയ്യും. ക്രമേണ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. UPAക്ക് അനുകൂലമായ ഒരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അവസാന ഘട്ടത്തിലും 2 ലക്ഷം കടക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഈ അവസരത്തിൽ? അതാവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ല. നമുക്ക് അഹമ്മദിനേക്കാൾ വോട്ട് കിട്ടണം എന്നുള്ള ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ വോട്ട് നല്ല റെക്കോർഡ് ഉണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ. ഒരു വോട്ട് അദ്ദേഹത്തിന് യശസ്വരീനായ അഹമ്മദ് സാഹിബിന് ഒരു വോട്ട് കൂടി ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക്. അവസാന സമയത്തും കാഴ്ച നമ്മൾ കാണുന്നു. 1,94,000 പരം ഭൂരിപക്ഷം ലഭിക്കണം എന്നില്ല എന്നുള്ള സന്ദേശം ആണ്, അല്ലെങ്കിൽ പ്രതികരണമാണ് അവസാന സമയത്ത് PK കുഞ്ഞാലിക്കുട്ടി നൽകിയിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ വസതിക്ക് വെളിയിൽ വലിയ ആഹ്ലാദ പ്രകടനം നടക്കുന്നു. അദ്ദേഹം മീഡിയ വണ്ണിനോട് ഒരിക്കൽ കൂടി പ്രതികരിച്ചു. അഹമ്മദിന്റെ ഭൂരിപക്ഷത്തെക്കാൾ ഒരു വോട്ട് കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, രാഷ്ട്രീയ വോട്ടുകളെല്ലാം ലഭിക്കുക, അങ്ങനെ വലിയ രാഷ്ട്രീയ വിജയം നേടുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. 1,61,344 വോട്ടുകൾക്കാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി മുന്നിട്ട് നിൽക്കുന്നത്. ലീഡ് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. അവസാന ലാപ്പിലേക്ക് വോട്ടെണ്ണൽ കടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലീഡ് വീണ്ടും വർദ്ധിക്കുകയാണ്. മലപ്പുറത്തും വേങ്ങരയിലും മാത്രമാണ് വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നത്. 40,529 വോട്ടുകളുടെ ലീഡ് വേങ്ങര PK കുഞ്ഞാലിക്കുട്ടിക്ക് നൽകുമ്പോൾ 33,281 വോട്ടുകളുടെ ലീഡ് മലപ്പുറം PK കുഞ്ഞാലിക്കുട്ടിക്ക് നൽകുന്നുണ്ട്. പെരിന്തൽമണ്ണയിൽ മാത്രമാണ് ഇപ്പോഴും 10,000 കടക്കാത്തത്. പക്ഷേ 9,083 വോട്ടുകളുടെ ലീഡ് പെരിന്തൽമണ്ണയും PK കുഞ്ഞാലിക്കുട്ടിക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഒരു സമഗ്ര വിജയമാണ് ആ മണ്ഡലത്തിൽ PK കുഞ്ഞാലിക്കുട്ടി നേടിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികളെല്ലാം ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരിക്കുമാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലീഗിന് അവിടെ ലഭിച്ചിരിക്കുന്ന സ്ഥിതി. ലീഗിന് മങ്കടയിലും പെരിന്തൽമണ്ണയിലുമൊക്കെ കൊണ്ടോട്ടിയിലും വള്ളിക്കുന്നിലുമൊക്കെ ഉണ്ടായിരുന്ന ചെറിയ തിരിച്ചടികൾക്ക് പരിഹാരം കാണാൻ കൂടി ഈ തെരഞ്ഞെടുപ്പിലൂടെ കഴിഞ്ഞിരിക്കുന്നു. 4,69,861 വോട്ടുകൾ ആകെ PK കുഞ്ഞാലിക്കുട്ടി നേടിയിരിക്കുമ്പോൾ 1,61,837 വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ ലീഡാണ് എന്നതാണ് ഏറ്റവും വലിയ കൗതുകം. ഒരുപക്ഷെ മലപ്പുറത്തിന് മാത്രം നൽകാൻ കഴിയുന്ന കൗതുകം. NDAയുടെ വോട്ട് കാണാതെ പോകരുത്. 59,856 വോട്ടുകൾ മാത്രമാണ് NDAയ്ക്ക് ഈ ഘട്ടത്തിൽ നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. വലിയ കുതിച്ചുകയറ്റം അവകാശപ്പെട്ടിരുന്നു, ഉണ്ടാവും എന്നവർ കരുതിയിരുന്നു. അതുണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. PK കുഞ്ഞാലിക്കുട്ടി ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് പ്രവർത്തകർ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പാണക്കാട്ടേക്ക് പോയി. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ കണ്ട് വീണ്ടും തിരിച്ചെത്തിയപ്പോൾ ഇവിടെ വീണ്ടും ആഹ്ലാദം അലതല്ലുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ PK കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം നിങ്ങൾ കാണുന്നത്? PK കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം മലപ്പുറത്ത് ഇത് UDFന്റെ മണ്ഡലമാണ്. ഇവിടെ തുടർച്ചയായി UDFന്റെ സപ്പോർട്ടോടുകൂടി മുസ്ലിം ലീഗാണ് ജയിക്കാറുള്ളത്. ഇനി ഏത് സ്ഥാനാർത്ഥി നിന്നാലും മലപ്പുറം ലീഗിന്റെ മണ്ഡലമാണ്. അതുകൊണ്ട് ഇത്തവണ നമ്മളെ സ്ഥിരം വിജയം നമ്മൾ ആവർത്തിച്ചിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വലിയ ഭൂരിപക്ഷത്തിലൂടെയാണ് ജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞോണത്തെ അഹമ്മദ് സാഹിബിന്റെ ഭൂരിപക്ഷം മറികടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 1.5 ലക്ഷം മറികടന്നു. ഇനി 2 ലക്ഷം ആവും നിങ്ങൾക്ക്? തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. 2 ലക്ഷത്തിന്റെ മേലെ പോകും. അഹമ്മദ് സാഹിബിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം കുഞ്ഞാപ്പ തകർക്കും. മേലെ വരും. 2 ലക്ഷത്തിന് മേലായിട്ടാണ് വരും. അത് ഉറപ്പാണത്. അത് യാതൊരു മാറ്റമില്ല. അഹമ്മദ് സാഹിബിനെ കാട്ടിയും ഭയങ്കര ഭൂരിപക്ഷത്തോട് മലപ്പുറം ജില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ